പിന്നെ നമ്മളിവിടെ എന്താണെന്ന് അവർ പെട്ടെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ നമ്മൾ ഇവിടെയൊക്കെ തന്നെയാണെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അത് മതി. ഗോപാലേട്ടൻ എന്നെ കല്യാണം കഴിക്കുമ്പോ ഇപ്പൊ കൃഷ്ണ നിൽക്കുന്ന അതേ അവസ്ഥയിലായിരുന്നു ഞാനും. ജീവിക്കണോ മരിക്കണോന്നറിയാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കാന്ന ഗോപാലേട്ടന്റെ വാക്കുകളായിരുന്നു ഒരു ബലം. എത്രയോ രാത്രികളില് ഒരു ചെറിയ വീട് വെക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. ഒടുവില് കിട്ടുന്നതൊക്കെ മിച്ചം പിടിച്ച് ഇതൊപ്പിച്ചു. അതിനുവേണ്ടി ഗോപാലേട്ടൻ്റെ അടുത്ത കഷ്ടപ്പാട് മുഴുവൻ എനിക്കറിയാം. പകല് മുഴുവൻ പണി ചെയ്തിട്ട് തളർച്ചയൊന്നും നോക്കാതെ രാത്രി യൂണിയൻകാരുടെ കൂടെ പോയി കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. എന്താ സുനന്ദ ഈ പറയുന്നത്? വെറുതെ ഓരോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവനെ കൂടെ വിഷമിപ്പിക്കാൻ. ഒന്നുമില്ല ഗോപാലേട്ട, അടച്ചുറപ്പില്ലാത്ത വീടാണെങ്കിലും ഇത് നമ്മുടേതായിരുന്നല്ലോ. സുനന്ദേ, ഇത്രയും നാളും നടന്നതും കിടന്നതും ഇരുന്നതും ഒക്കെ ഇവിടെയായിരുന്നല്ലോ. ഓരോ സ്ഥലങ്ങളും കാണുമ്പോ മനസ്സിൽ എന്തോ ഒരു സങ്കടം ഉണ്ടാവും. എനിക്കുമുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് കൃഷ്ണമോളെ അവളുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കുമ്പോ നമ്മള് ഒരു വലിയൊരു കടമയാടി ചെയ്ത് തീർക്കുന്ന. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. പിന്നെ കാശിന്റെയും വീടിന്റെ ഒക്കെ കാര്യമല്ലേ. നമ്മുടെ യോഗം കഴിഞ്ഞു. നമ്മുടെ മോളുടെ യോഗം ഉണ്ടെങ്കിലോ വേറെ ഒന്നും വേണ്ട. എടുക്കാതെ വച്ചിരിക്കുന്ന ഒരു ടിക്കറ്റ് അടിച്ചാ പോരെ. ഭാഗ്യക്കുറിക്കാരന് അങ്ങനെ ഒരു സ്വപ്നം കൂടെ ഉണ്ടല്ലോ. എന്നെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചേ പറ്റുമല്ലേ? അല്ലാണ്ട് പിന്നെ എങ്ങനാ? നീ കരഞ്ഞാ പിന്നെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുമോ? നാഗപ്രീതിയുള്ള കുട്ടി തറവാട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതോടെ നാഗശാപം എന്നേക്കുമായി ഇല്ലാതാകും. കൃഷ്ണ നാഗദേവതകളെ ആരാധിക്കുന്ന കുട്ടിയാ. നാഗദേവതകൾ അവളെ കൈവിടില്ല. അനുഗ്രഹം കിട്ടിയ കുട്ടിയവള്. കൃഷ്ണയുടെ രക്ഷയ്ക്ക് വേണ്ടി നീ യാതൊന്നും ചെയ്യേണ്ടതില്ല. ഇറങ്ങുന്നില്ലേ? കൃത്യസമയത്ത് രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണം. ഇനി നമ്മള് ഇവിടേക്ക് തിരിച്ചു വരില്ലല്ലോ ചേട്ടാ. വെറുതെ കുറച്ചു നേരം ഇവിടെ നിക്കണോന്ന് തോന്നി. ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള സ്ഥലമല്ലേ. മോളെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാം. വാടക വീടാണെന്ന് അവളോട് പറയണ്ട. കുറച്ചുകൂടെ സൗകര്യമുള്ള വീടാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ നമുക്ക് ഇറങ്ങാല്ലേ?
നിന്റെ കണ്ണ് നിറയുന്ന കാണാൻ എനിക്ക് വയ്യ. ചെല്ലേ. ഇവനീ പറഞ്ഞിട്ട് പോയതൊന്നും മനസ്സിലായില്ലല്ലോ സുനന്ദൻ. ഗോപാലേട്ടൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ എനിക്കത്ര കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അയാളും അയാളുടെ ഭാര്യയൊക്കെ ഒരേ സമയം അതേ സ്വപ്നം തന്നെ കാണാന്നൊക്കെ പറഞ്ഞാല് അയാള് പറഞ്ഞില്ലേ സുനന്ദേ, അതെന്തോ ഉൾവിളിയാ. കൃഷ്ണ നാഗങ്ങളെ പൂജിക്കുന്ന ഒരു പെൺകുട്ടിയാ. കളം വരയ്ക്കാനും നാഗങ്ങളെ പ്രസാദിപ്പിക്കാനും ഒക്കെ അവൾക്കറിയാം. ഗോപാലേട്ടൻ സ്വപ്നത്തിൽ കണ്ട പോലെ കളരിക്കലെ സർപ്പദോഷം തീരാൻ പോകുന്നത് കൃഷ്ണ അവിടെ എത്തുന്നതോടെ ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നേ. സുനന്ദേ, വെറുതെ എങ്കിലും നമ്മൾ മോഹിച്ചു പോയിട്ടില്ലേ കൃഷ്ണ കളരിക്കലെ മരുമകളായിട്ട് സ്ഥിരം ഉണ്ടാവണമെന്ന്? കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അതിനുള്ള വഴിയാ തെളിഞ്ഞു വരുന്നത്. അതെ ഗോപാലേട്ടാ, സംശയം ഒന്നുമില്ല. അല്ലെങ്കില് കളരിക്കലെ നാഗദോഷം തീർക്കാൻ വേണ്ടി ഇത്ര വളഞ്ഞ വഴിയിലൂടെ അത് കൃഷ്ണയിലേക്ക് എത്തിച്ചേരില്ലല്ലോ. ഇതവളുടെ ഭാഗ്യം തന്നെയാ. അവള് നവിന്റെ ഭാര്യയായി വേഷം കെട്ടുന്നവളല്ല.